Morning all. Good morning, Miss. Morning, ma'am. Okay, നമ്മളിപ്പോ ഒരു പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ്. Good morning, Miss. മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാവരുടെ കയ്യിലുണ്ടോ? എടുക്കാം. എടുക്കാം. ഓക്കെ, ഇൻഷുറൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റലില് ചെലവേറിയ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യം കൈപ്പറ്റാനായിട്ട് അല്ലെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കാണ് വലിയ പേടി കൂടാതെ ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അല്ല എങ്കിലും നമുക്കറിയാം ഒരുപാട് എക്സ്പെൻസീവ് ആണ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലും ഒരു മെഡിക്കൽ ക്ലെയിം അല്ലെ, പൊതുവെ എന്തെങ്കിലും മെഡിക്കൽ ക്ലെയിമിൽ ചേരാനായിട്ട് തയ്യാറാവും. കാരണം ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അല്ലെ. പൊതുവെ നിങ്ങൾ എല്ലാവരും മെഡിക്കൽ ക്ലെയിം എടുത്തിട്ടുണ്ടോ? ഇൻഷുറൻസുകളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ അല്ലെ. നമുക്കറിയാം എല്ലാവരും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ. നമുക്കറിയാം ഒരു മെഡിക്കൽ ക്ലെയിം എടുക്കുമ്പോൾ ഒരു ചെറിയ നിശ്ചിത പോർഷൻ നമ്മൾ എന്തായാലും പേയ്മെന്റ് കൊടുക്കും അല്ലെ. ആ പേയ്മെന്റ് എന്തായാലും അതനുസരിച്ചിട്ടാണ് കവറേജുകൾ നമുക്ക് കിട്ടുക. തീർച്ചയായിട്ടും ഒരു നിശ്ചിത പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്കറിയാം മെഡിക്കൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ അല്ലെ, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കരുതൽ എന്ന നിലയ്ക്കാണ് നമ്മൾ ക്ലെയിമുകൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ക്ലെയിം അനുസരിച്ചിട്ട് അത് പറയുന്ന മാത്രമേ തന്നെ ആ ഡേറ്റ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് അതിനുള്ള ആ ഒരു ബെനിഫിറ്റ് നേടിയെടുക്കാനും സാധിക്കും. അതൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതും. നോക്കാം, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. ഫസ്റ്റ് നോക്കാം ടേംസുകൾ എന്താണ്, എന്തൊക്കെ ടേംസുകളാണ് ഇതിലുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇൻഷുറർ ഉണ്ട്, ഇൻഷുവേർഡ് ഉണ്ട്, ക്ലെയിം ഉണ്ട് അല്ലെ, ഡേറ്റുകളുണ്ട്, കൃത്യമായിട്ട് പല അസുഖങ്ങൾ ഉണ്ടാവും, അതിന് ചേർന്നതാണോ അല്ലെ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ ചില കേസുകൾ അല്ലെ സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വന്നുകൊണ്ട് ഇൻഷുറൻസ് കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നേടിയെന്ന് വരില്ല. കാരണം അതെല്ലാം എന്താണ് ഇതിന് അല്ലെ ഈ ഒരു മാറ്ററിൽ അത് കൃത്യമായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം ടേംസ്. ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ ക്ലെയിം എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. അതായത് നമുക്കറിയാം ഒരു അല്ലെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യുന്നതാണ് മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. മെഡിക്കൽ ഇൻഷുറൻസിൽ അംഗമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും അസുഖങ്ങളോ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ വന്ന് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമുക്ക് എന്താണ് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗുണം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, ഡാഷ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമുക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് തരുന്നത്. The insured is the person or business that gets compensated if the loss occurs is known as the insurer. Okay, അവിടെ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ സ്റ്റോണാസ് എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത് അവിടെ ഒക്കേഴ്സ് അവിടെ വരെ പറഞ്ഞാൽ മതി. The insured is the person or a business that gets compensated if the loss occurs. ബാക്കിയുള്ള ഭാഗം വെട്ടിക്കളയുക. അതായത് ഇൻഷുറർ എന്ന് പറയുന്നതിന്റെ പോർഷനാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. അപ്പൊ ഇൻഷുർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് എന്തെങ്കിലും ഇതേമാതിരി ഡിസീസസും ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടണം അല്ലെ. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണം. നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് പോളിസിയിൽ കൃത്യമായിട്ട് തന്നെ പേയ്മെന്റ് നടത്തി പോകുന്നുണ്ടെങ്കിൽ
നമ്മുടെ ഡിസീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് വരുമ്പോൾ അതിന്റെ ചിലവ് അല്ലെ അത് വഹിക്കാനുള്ള ഒരു റിട്ടേൺ നമുക്ക് ഇൻഷുറൻസ് കമ്പനി നൽകേണ്ടതുണ്ട്. അപ്പൊ ഇൻഷുവേർഡ് എന്ന് പറയുന്നത് ആരാണ്? ഈ പറഞ്ഞ നമ്മൾ അല്ലെ, നമ്മള് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അംഗമാകുന്ന പേഴ്സൺ അല്ലെ, അതാണ് ഇൻഷുവേർഡ് എന്ന് പറയുന്നത് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ദ ഇൻഷുവേർഡ് ഈസ് ദ പേഴ്സൺ ഫോർ ബിസിനസ്. ഇൻ കേസ് ഒരു ബിസിനസ് സ്ഥാപനം മൊത്തത്തിലാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഇൻഡിവിജ്വലി ആണ് എങ്കിൽ അതനുസരിച്ചിട്ട് അല്ലെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഓക്കേഴ്സ്. അതായത് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഡിസീസസ് വരുമ്പോഴുണ്ടാവുന്ന പേയ്മെന്റ് അല്ലെ അത് അർഹിക്കപ്പെടുന്ന വ്യക്തിയെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കേണോ? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കിയാണോ? ഇൻഷുവേർഡ് എന്താണെന്ന് നോക്കിയാണോ? ഓക്കെ, അത് രണ്ടും നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ ഇൻഷുറർ. ഓക്കെ, ദ ഇൻഷുറർ. നെക്സ്റ്റ് എന്താണ് ഇൻഷുറർ? എന്താണ് ഇൻഷുറർ? ഇസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. നമുക്ക് കോമ്പൻസേഷൻ തരാമെന്ന ഉള്ള എഗ്രിമെന്റ് നടത്തുന്ന കമ്പനി അല്ലെ, നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് നടത്തുന്നത് അല്ലെ, ആ ഒരു കമ്പനിയെയാണ് ഇൻഷുറർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇൻഷുവേർഡ് എന്താന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ലഭിക്കുന്ന വ്യക്തി, കോമ്പൻസേഷൻ തരുന്നത് കമ്പനിയെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഷുറർ എന്ന്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസീസോ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യം അല്ലെ, അത് ആണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പേരിൽ വരുന്നത്. ദെൻ ഇൻഷുവേർഡ് ആരാണ്? ദെൻ ഇൻഷുറർ ആരാണ്? ഇൻഷുവേർഡ് എന്ന് പറയുമ്പോൾ കോമ്പൻസേഷൻ അർഹിക്കുന്ന വ്യക്തി, ദെൻ കോമ്പൻസേഷൻ തരുന്ന ആ ഒരു കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. മൂന്നും ഓക്കെ അല്ലേ? അപ്പൊ മൂന്നും നോട്ട് ചെയ്ത് പോയേല്, കാരണം മൂന്നും ചോദിച്ചു കാണാറുണ്ട്. ഇൻഷുറർ എന്ന ടേം വിശേഷിപ്പിക്കുന്നത്, ദെൻ ഇൻഷുവേർഡ്, ദെൻ ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, ദെൻ നമുക്ക് താഴേക്ക് പോകാം. The money that is paid by the insured to the insurer. നമുക്കറിയാം ഒരു നിശ്ചിത എമൗണ്ട് ഇൻഷുവേർഡ് പേഴ്സൺ ആർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് നടത്തും. ഓക്കെ, ആ പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ആക്സിഡന്റോ ഡിസീസസോ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് ലഭ്യമാക്കി തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A health insurance policy, health insurance policy is an agreement between an insurer and an individual or a group in which the insurer agrees to provide a specific health insurance cover at a particular premium. ഒരു നിശ്ചിത പ്രീമിയത്തിൽ അല്ലെ, നമ്മൾ മന്ത്ലി ഒരു എന്താണ് ഒരു 600 അല്ലെ എന്തെങ്കിലും ഏതൊരു കമ്പനിക്ക് അതിൻ്റെതായ പ്രീമിയത്തിൻ്റെതായിട്ടുള്ള എമൗണ്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ആ എഗ്രിമെന്റിന്റെ ബേസിൽ, അതായത് നിശ്ചിത പേയ്മെന്റ് അടയ്ക്കാമെന്നുള്ള എഗ്രിമെന്റിന്റെ ബേസിലാണ് അവിടെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു ടൈപ്പ് വരുന്നത്. തീർച്ചയായിട്ടും എന്താ ഇവിടെ പറയുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ആൻ ഇൻഷുറർ ആൻഡ് ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് അല്ലെ. ഇൻഷുർഡ് പേഴ്സൺ അല്ലെങ്കിൽ എന്താണ് അവിടെ ബിസിനസ് അല്ലെ എന്റിറ്റീസ് ആയിരിക്കും, അവർ തമ്മിലുള്ള ഒരു സമ്മതപത്രമാണ് അവർ വരുന്നത്, സമ്മതം എഗ്രിമെന്റ് ആണ് വരുന്നത്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രീമിയം എമൗണ്ട് ഇൻഷുറർ അല്ലെ ഇൻഷുർഡ് പേഴ്സൺ കൃത്യമായിട്ട് തന്നെ കമ്പനിക്ക് പേ ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് അവിടെ വരുന്നു. തീർച്ചയായിട്ടും അതിന്റെ റിട്ടേൺ ആയിട്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അവർ ഇൻഷുറൻസ് കമ്പനി അവരെ കോമ്പൻസേഷൻ നൽകേണ്ടതാണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നത് എ ക്ലെയിം. ഓക്കെ, ടേംസുകൾ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ ക്ലെയിം ഫസ്റ്റ് വൺ അതിലുമായി ബന്ധപ്പെട്ട് വരുന്നത് ക്ലെയിം ആണ്. ക്ലെയിം നോക്കാം. പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ എ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. ഓക്കെ, നമുക്കറിയാം ഒരു പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലെയിം അല്ലെ, ഒരു ക്ലെയിം എടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് കൃത്യമായിട്ട് പല കാര്യങ്ങളൊക്കെ പറയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടും, ഇന്ന സമയത്ത് ഇത്ര അടച്ചാൽ മതി അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു പോളിസി പ്രകാരം പരീക്ഷിക്കപ്പെടുന്ന നഷ്ടത്തിന് ഒരു ഇൻഷുറൻസ് കമ്പനി പണം നൽകുന്നു അല്ലെ. അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ എ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി.
ഓക്കെ, നമുക്കപ്പോ നഷ്ടപരിഹാരം നൽകാനായിട്ട് അവർക്ക് ഇപ്പൊ നമുക്കറിയാം ഒരു ക്ലെയിം കൊടുക്കുക അല്ലെ, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ ഡിസീസസ് വന്നു, ഇങ്ങനെ ഒരു ആക്സിഡന്റ് കേസ് വരുന്നു, അപ്പൊ നമുക്ക് എന്താണ് റിക്വസ്റ്റ് കൊടുക്കണം അല്ലെ, നമുക്ക് ക്ലെയിം തരണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ്, നമുക്ക് കോമ്പൻസേഷൻ നൽകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്ലെയിം എന്ന് വിശേഷിപ്പിക്കുന്നത്. എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ, അല്ലെ, ആ പേയ്മെന്റ് ലഭിക്കാൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പേയ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുവേർഡ് പേഴ്സൺ കൊടുക്കുന്ന റിക്വസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒക്കെയാണോ? ക്ലെയിം എന്താന്ന് കിട്ടിയോ? എ പേഴ്സൺസ് റിക്വസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടി ക്ലെയിംസ്. ഇവിടെ ഫസ്റ്റ് പാർട്ടി ക്ലെയിംസ്, തേർഡ് പാർട്ടി ക്ലെയിംസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ചിലത് എക്സ്ക്ലൂഷൻസും വരുന്നുണ്ട്. അതെന്താണ്, നമുക്കറിയാം ചില ഇൻഷുറൻസ്, ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് അല്ലെ, നമ്മുടെ ഒരു വണ്ടി ആണ് ആക്സിഡന്റ് സംഭവിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഫസ്റ്റ് പേഴ്സൺ അല്ല, സെക്കൻഡ് പേഴ്സൺ അല്ല, മറ്റൊരു വ്യക്തിക്കാണ് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈ ആക്സിഡന്റ് നടത്തിയ വ്യക്തിയുടെ വണ്ടിയിൽ നിന്നുള്ള ക്ലെയിം അല്ലെ, അതാണ് ആ തേർഡ് പേഴ്സൺ കിട്ടേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ വണ്ടിയിൽ നിന്ന് നമുക്ക് ആനുകൂല്യം കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആണ്, നമ്മൾ നേരിട്ട് കൊടുക്കുന്നു, നമുക്ക് എന്തെങ്കിലും ലഭ്യമാകുന്നു. അതേസമയം ഒരു തേർഡ് പേഴ്സൺ കിട്ടണമെങ്കിൽ അല്ലെ, വീണ്ടും മറ്റൊരു വ്യക്തിക്ക് അർഹതപ്പെടണമെങ്കിൽ എന്താണ്, അവിടെ ഒരു തേർഡ് പാർട്ടി ക്ലെയിം അവിടെ ആവശ്യമായിട്ട് വരുന്നു അല്ലെ, വരുന്നില്ലേ? ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ, കാരണം മറ്റൊരു വ്യക്തിയുടെ വണ്ടിയുടെ ഇൻഷുറൻസിൽ നിന്നാണ് അവർക്ക് ക്ലെയിം അല്ലെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി റിക്വസ്റ്റ് ആണ് അവിടെ വരുന്നത്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി, സ്വന്തം കമ്പനിക്ക് നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോൾ അത് എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആയിട്ട് വരും അല്ലെ. നമ്മള് സ്വന്തമായിട്ട് നമ്മുടെ ഇപ്പൊ ഒരു വണ്ടി, നമ്മൾ ഇൻഷുറൻസ് എടുത്ത വണ്ടിയാണ് അല്ലെ, ആ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്ന നിലയ്ക്ക് നമ്മളൊരു പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വണ്ടിയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണം. ഇനി വീണ്ടും തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് അല്ലെ നമ്മുടെ ആക്സിഡന്റ് മൂലം മറ്റൊരു വ്യക്തിക്കാണ് എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നത്, ആ വ്യക്തിയാണ് ഈ എന്താണ് ഈ വ്യക്തിയുടെ ഇൻഷുറൻസ് കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത്, കാരണം അദ്ദേഹത്തിനാണ് അർഹതപ്പെടുന്നത്, ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മേടിച്ചോളൂ അല്ലെ, കാരണം ഞാൻ മൂലമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ, അങ്ങനെ വരുമ്പോഴത് തേർഡ് പാർട്ടി ക്ലെയിം ആകും. Claims made by one person against another person's company. Okay, clear ആയോ? ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഓക്കെയാണോ? യോ എന്താണ് തേർഡ് പാർട്ടി ക്ലെയിംസ് എന്ന്? വീണ്ടും വരുമ്പോ എക്സ്ക്ലൂഷൻ എന്താണ്, ഒഴിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. എന്താ ഒന്നുകൂടി പറയാം, നോക്കാം. നമ്മളൊരു ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ സഹിതം ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസിൽ അത് നിർവചിക്കാനായിട്ട് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആക്സിഡന്റ് കേസിന്റെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മളുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മളൊരു ക്ലെയിം അടയ്ക്കുന്നുണ്ടായിട്ട് തീർച്ചയായിട്ടും റിക്വസ്റ്റ് കൊടുക്കും അല്ലെ, നമ്മളൊരു പ്രീമിയം അടയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്ലെയിം റിക്വസ്റ്റ് നമ്മൾ കൊടുക്കും. ഇൻഷുറൻസ് കമ്പനി നമ്മുടെ അല്ലെ ആ ഒരു വണ്ടിയിലെ ഇതുകളെല്ലാം അല്ലെ പ്രോബ്ലംസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെലവ് കൃത്യമായിട്ട് നമുക്ക് ലഭ്യമാക്കി തരും. ഇൻ കേസ് വേറൊരു പാർട്ടിക്കാണ് ലഭ്യമാകേണ്ടതെങ്കിൽ അല്ലെ, നമ്മുടെ വണ്ടിയിൽ നിന്നും മറ്റൊരു അല്ലെ നമ്മളുടെ വണ്ടി മൂലം അല്ലെങ്കിൽ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം മറ്റൊരു പേഴ്സൺ ആണ് എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ എന്ത് ചെയ്യും, നമ്മളെ ആനുകൂല്യം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കൂടിയും ആ പേഴ്സൺ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെ അവർക്ക് ആനുകൂല്യം ലഭ്യമാകണം. തീർച്ചയായിട്ടും എന്താണ് അവരെ മറ്റൊരു പേഴ്സണെതിരായിട്ട് തന്നെ ക്ലെയിം കൊടുത്ത് അല്ലെ അവർക്ക് എന്താണ് ആക്സിഡന്റ് ഉണ്ടാക്കിയ പേഴ്സൺ ആരാണോ അവരുടെ കമ്പനിയിലേക്ക് ക്ലെയിം കൊടുത്ത് അർഹതപ്പെട്ടത് അവരെ നേടിയെടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മളവിടെ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയായിട്ട് വരുന്നു. എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ circumstances listed in the policy that are not covered by the policy risk the possibility of loss. ഓക്കെ, എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെടുന്ന അല്ലെ, ഇന്നത് നിയമവ്യവസ്ഥകളിൽ ചിലപ്പോൾ പെടാത്ത കാര്യങ്ങളാണ് എങ്കിൽ
തീർച്ചയായിട്ടും ആ റിസ്ക് ചിലപ്പോൾ കമ്പനി വഹിക്കണമെന്നില്ല അല്ലെ. സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് enlisted in the policy that are not covered by the policy risk the possibility of loss. In case എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാലും അത് അതുമായി ബന്ധപ്പെട്ട ഒരു ഇതിലേക്ക് വരും. ഇപ്പൊ ഇൻ കേസ് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണെങ്കിൽ എന്താണ് സ്വയം അല്ലെ ഒരു ആത്മഹത്യ സൂയിസൈഡ് ഒക്കെ സംഭവിച്ച് നടത്തിയിട്ടാണ് ഹോസ്പിറ്റലൈസേഷനിൽ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് എക്സ്ക്ലൂഷൻ ആണ്. കാരണം എന്താണ് അത് നിയമവ്യവസ്ഥയിൽ ആ പോളിസി ക്ലെയിമിൽ ഇല്ലാത്തതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അർഹതപ്പെടാനായിട്ടുള്ള അർഹത ആർക്കുണ്ടാവില്ല, ആ ഇൻഷുർഡ് പേഴ്സണ് ഉണ്ടാവുകയില്ല. അപ്പൊ എക്സ്ക്ലൂഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് എന്താണ് പ്രീമിയം അവർക്ക് അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് അവർക്ക് ലംസം amount ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ് അവർക്ക് ലഭ്യമാകില്ല എന്നുള്ളത്. ഓക്കെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആയില്ല? എക്സ്ക്ലൂഷൻ എന്ന് പറയേണ്ടതുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. സ്പെസിഫിക് കണ്ടീഷൻ ഓർ സർക്കംസ്റ്റൻസ് അല്ലെ. നമ്മൾ പോളിസിയിൽ കൃത്യമായിട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആനുകൂല്യം വേണമെന്നുള്ള ഒരു ക്ലെയിം റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധാരണയായിട്ട് ആ ഇൻഷുർഡ് പേഴ്സണ് അർഹതയില്ലാത്തതാണ്. ഇൻ കേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും കമ്പനി അവർക്ക് ഇൻഷുറൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുകയില്ല. കാരണം എക്സ്ക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ടേംസുകളൊക്കെ ഓക്കെ അല്ലേ? ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. നെക്സ്റ്റ് നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് coverage that covers the cost of an insured individual's medical and surgical expenses. നമ്മൾ പഠിച്ചു വരുന്ന പല ഇൻഷുറൻസുകളുണ്ട് അല്ലെ. വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട്, പല ഇൻഷുറൻസുകളുണ്ട്. അതേമാതിരി തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് അല്ലെ, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനെ എടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ആണ് ഇൻഷുർഡ് ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ് അല്ലെ. അവരുടെ പേഴ്സന്റെ മെഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എന്താണ് എന്തെങ്കിലും സർജിക്കൽ ആയിട്ടുള്ള അല്ലെ ഓപ്പറേഷന് വിധേയമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഷുറൻസ്. വീണ്ടും മെഡിക്കൽ ഇൻഷുറൻസ് ഇസ് എ കവർ which looks after the hospitalization expenses are based on a maximum sum insured of the insured with regard to the following situations. അതായത് നമുക്കറിയാം പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇൻഷുറൻസ് ലഭ്യമാകണം എന്നുള്ള ക്ലെയിം കൊടുക്കുന്നത് അല്ലെ, റിക്വസ്റ്റ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലൈസേഷനും കാര്യങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം കൊടുക്കുന്നത്, റിക്വസ്റ്റ് കൊടുക്കുന്നത്. സാധാരണയായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില എക്സാമ്പിളുകൾ പറയുന്നത് ഇൻ ദ ഈവന്റ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്ന് ഒരു രോഗം വരുമ്പോൾ, ഇൻ ദ ഈവന്റ് ഓഫ് ആൻ ആക്സിഡന്റ് അല്ലെ, ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ, ഇൻ ദ കേസ് എനി സർജറി required in respect of any diseases which has arisen during the policy period. അതായത് പോളിസി എടുത്തതിന് ശേഷമുള്ള ആ ഒരു പീരിയഡ് അല്ലെ, ആ കാലഘട്ടത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ അല്ലെ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം കൊടുക്കുന്നത്, റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇതും ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ സാധാരണ നമ്മൾ പ്രീമിയം അടച്ചു പോയിട്ട് എന്തെങ്കിലും ഹെൽത്ത് കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അനങ്ങാതിരിക്കുവോ? പേയ്മെന്റ് ലഭിക്കണമെന്നുള്ള റിക്വസ്റ്റ് കൊടുക്കില്ലേ? ഇതേ അല്ല, പരമാവധി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സം ഇൻഷുർഡ് അല്ലെ, കൃത്യമായിട്ട് നമുക്ക് പരമാവധി എത്രത്തോളം ആനുകൂല്യം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും അല്ലെ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിക്വസ്റ്റുകൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും. പെട്ടെന്ന് വരുന്നൊരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസ് വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ വേണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഡിസീസുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഓപ്പറേഷൻ ഒക്കെ വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും, ആർക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കും. ഇനി കുറച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ ഫേംസ് അല്ലെ, ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയിലുള്ള കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളുണ്ട്. അതായത് എന്താണ് എവിവിയ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ദെൻ ഭാരതി എക്സ്,
then ICICI Prudential, then എന്താണ് മാക്സ് ന്യൂയോർക്ക്, നെറ്റ് ലൈഫ് ഇന്ത്യ, അങ്ങനെ കുറെ കമ്പനികളുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും നമ്മൾ അല്ലെ പേര് കേൾക്കുന്ന ഒരു കമ്പനിയാണ് ബജാജ് അലയൻസ് ഒക്കെ ഇപ്പോഴും നിലവിലെ ഇൻഷുറൻസ് കമ്പനിയാണ്. അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഇന്ത്യയിൽ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ പലതരത്തിലുള്ളത് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലെ. എന്തെങ്കിലും ഉണ്ടോ ഈ ഫസ്റ്റ് പേജിൽ ഏതെങ്കിലും ഡൗട്ട് ഭാഗങ്ങളുണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ കുറച്ച് ടേംസുകൾ ആയതുകൊണ്ടാണ് ടൈം അലോട്ട് ചെയ്തത്. എന്തെങ്കിലും ടേംസിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടോ? പറഞ്ഞു പോവാം. നിങ്ങള് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കണ്ട. അതായത് അതിന്റെ മീനിങ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരാൾ മറ്റൊരാളുടെ കമ്പനിക്കെതിരെ നടത്തുന്ന ക്ലെയിമുകൾ. എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് അതിനുള്ള മീനിങ് നോക്കിയാൽ മതി. ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അതർ പേഴ്സൺസ് കമ്പനി. ഒരാൾ മറ്റൊരാളുടെ കമ്പനിക്ക് എതിരായി നടത്തുന്ന ക്ലെയിമിനെ, റിക്വസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ നേരിട്ട് സ്വന്തം കമ്പനിക്ക് വേണ്ടിയിട്ടല്ല റിക്വസ്റ്റ് കൊടുക്കുന്നത്, മറ്റൊരാളുടെ കമ്പനിക്ക് എതിരായിട്ടാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. കാരണം ഞാനൊരു ചെറിയ എക്സാമ്പിൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി. ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ സ്വന്തം കമ്പനിയിൽ നിന്നല്ല ചിലപ്പോൾ ആനുകൂല്യം ലഭ്യമാകേണ്ടി വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്താണ് മറ്റൊരാൾക്ക് എതിരായിട്ടുള്ള കമ്പനിക്കെതിരെ റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇനി എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അല്ലെ. എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നതും അതായത് നിർദ്ദിഷ്ട വ്യവസ്ഥകൾ അല്ലെ, അതല്ലെങ്കിൽ സാഹചര്യങ്ങളൊന്നും ചിലപ്പോൾ റിസ്കുകൾ ഏറ്റെടുക്കുകയില്ല എന്ന് പ്രത്യേകമായിട്ട് തന്നെ കമ്പനിയുടെ അല്ലെ കൃത്യമായിട്ട് തന്നെ വ്യവസ്ഥകൾ ഉണ്ടാവും. ഇന്ന കാര്യങ്ങളൊന്നും ഈ ക്ലെയിമിന് അർഹതപ്പെട്ടതല്ല. അതായത് നമ്മൾ സ്വന്തം ഒരു വണ്ടി നശിപ്പിച്ച് കളയുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് കമ്പനിയെ അല്ലെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ അവർ സ്വീകരിക്കണമെന്നില്ല. ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ് എങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തില് ആത്മഹത്യാ പ്രവണത കൊണ്ടൊക്കെ എന്തെങ്കിലും മുറിവേൽപ്പിക്കുകയോ എന്തെങ്കിലും വരുത്തി തീർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ലഭ്യമാകണമെന്ന് പറഞ്ഞ് കമ്പനിയെ സമീപിക്കാനൊന്നും പാടില്ല. അതാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനി ഒഴിവാക്കിപ്പെട്ടിരിക്കുന്ന അവരുടെ വ്യവസ്ഥകളിൽ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റാൻസസ് എൻലിസ്റ്റഡ് ഇൻ ദ പോളിസി അല്ലെ. ആ പോളിസിയിൽ പ്രത്യേകമായിട്ട് സ്പെസിഫിക് കണ്ടീഷൻസ് ഒക്കെ അവിടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ദാറ്റ് ആർ നോട്ട് കവേർഡ് ബൈ ദ പോളിസി റിസ്ക് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. അതായത് അങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും ആ ഒരു ക്ലെയിമിൽ നിന്ന് ആ ഒരു റിക്വസ്റ്റ് വഴി അവർക്ക് കൃത്യമായിട്ട് കോമ്പൻസേഷൻ ഒന്നും ലഭ്യമാക്കില്ല എന്നാണ്. ഞാൻ അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് അല്ലെ. അതൊരു ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അർഹതപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ആത്മഹത്യാ പ്രവണത കാണിച്ചുകൊണ്ട് കോമ്പൻസേഷൻ വേണമെന്ന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, താഴേക്ക് പോകാറോ? അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഓക്കെ, നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് അല്ലെ ഗുണങ്ങളുണ്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ. നമുക്ക് സാധാരണയായിട്ട് എന്ത് ഗുണമായിരിക്കും? ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും
ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും അല്ലെ, സാമ്പത്തികമായിട്ടുള്ള കുറെ ചെലവുണ്ടാവും. അത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? സാധിക്കോ? അതുകൊണ്ടല്ലേ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. യെസ്, അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെ. ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ് റിസൾട്ട് in financial crisis assessing health care. Insurance coverage permits a poor patient to access highly costly health care services. അതായത് സാമ്പത്തിക പ്രതിസന്ധി അല്ലെ, അവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമുക്ക് അത് അല്ലെ അവിടെ ഇൻഷുറൻസ് കമ്പനിയുടെ പോക്കറ്റിൽ നിന്ന് കോമ്പൻസേഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതേമാതിരി പറയാണ് എന്താണ് ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് എ പുവർ പേഷ്യന്റ് അല്ലെ, ഒരു സാധാരണ ലെവലിലുള്ള ജനങ്ങൾക്ക് അല്ലെ, അവിടെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസ്, ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോസ്പിറ്റൽ കേസ് മീറ്റ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കവറേജുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ലഘൂകരിച്ച് അല്ലെ വലിയ കുഴപ്പമില്ലാതെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതിനുള്ള ഒരു അവസരം പെർമിറ്റ്സ് എന്താണ് ഇൻഷുറൻസ് കമ്പനി ഒരുക്കും. ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പുവർ പേഷ്യൻസ് ടു ആക്സസ് ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ്. നല്ല ഹെൽത്ത് കെയർ സർവീസ് തന്നെയാണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബർഡൻ അല്ലെ അത് ഒഴിവാക്കി തരാനായിട്ട് കമ്പനിക്ക് സാധ്യമാകും. കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ് ക്യാൻ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. Then medical insurance can avoid this situation. അതായത് നമുക്കറിയാം എന്താണ് ഫാമിലി ദാരിദ്ര്യത്തിലേക്ക് പോകും അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഫിനാൻസ് ഉണ്ടാവണമാകുമ്പോഴല്ലേ അവിടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ അത് തന്നെ വീണ്ടും പറയുന്നു എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി എന്താണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനൊക്കെ എന്താണ് ഒഴിവാക്കുന്നു. Then medical insurance coverage permits payment patients for negotiation. അതായത് പേഷ്യന്റ് ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് അല്ലെ അവര് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാവും എന്നുള്ളതാണ്. അതായത് വലിയ ഒരു ആക്സിഡന്റ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അല്ലെ പരമാവധി ക്ലെയിം അനുവദിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള ചർച്ചയൊക്കെ നടത്തി തന്നെ പേഷ്യന്റിനെ അതായത് അവർക്ക് അനുകൂലം അല്ലെ അവിടെ ആ ഒരു കസ്റ്റമർ ആയിട്ടുള്ള പേഷ്യന്റിനെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ചർച്ചകളൊക്കെ നടത്തി അവരുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Then health insurance protects you from high unexpected costs. ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവര് എപ്പോഴും ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവാണ് വന്നിരിക്കുന്നത് അല്ലെ, ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വരും. അവിടെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നു, കുറെ ഡയഗ്നോസിസും കാര്യങ്ങളും രോഗനിർണയം നടത്തുന്നു, ഓപ്പറേഷൻ വിധേയമാക്കുന്നു അല്ലെ, പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോസ്റ്റിനെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് സംരക്ഷിക്കുന്നു അല്ലെ, അവര് തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. അതായത് മിതമായ നിലയ്ക്ക് എന്താണ് നല്ല രീതിയിൽ ഗുണമേന്മയുള്ള നല്ല ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാൻ സാധിക്കുന്നു. സാധാരണയായിട്ട് നമുക്കറിയാം ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള പേഷ്യന്റ് ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയോടുണ്ട് അല്ലെ, എല്ലാ തരത്തിലുള്ള ടെസ്റ്റും വിധേയമാക്കി തന്നെ ഹോസ്പിറ്റലുകാരെ അവര് കൈകാര്യം ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് അവർക്കറിയാം ഇൻഷുറൻസ് കമ്പനി അത് മീറ്റ് ചെയ്തു എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പേഴ്സൺസിന് ലഭ്യമാകുന്നു. ടാക്സ് ബെനിഫിറ്റ് നമുക്കറിയാം ഇൻഷുറൻസ് ക്ലെയിം എന്നൊക്കെ പറയുന്നത് ടാക്സിൽ നിന്ന് അല്ലെ നമ്മുടെ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടാക്സിന്റേതായിട്ടുള്ള ബെനിഫിറ്റും അല്ലെ നികുതി ആനുകൂല്യവും ലഭ്യമാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ക്ലിയർ ആണോ? ഒക്കെയാണോ അഡ്വാൻറ്റേജസ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ചെലവ് അല്ലെ നമ്മളെ മീറ്റ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനി നമ്മളെ സഹായിക്കുന്നു. നമുക്കറിയാം ഒരു നിശ്ചിത തുക മന്ത്ലി നമ്മൾ പേയ്മെന്റ് ചെയ്തത് കൊണ്ടാണ്. പക്ഷെ ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് വരുമ്പോൾ നമുക്കറിയാം അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും കൂടുതൽ പ്രയോജനം ആ ടൈമിൽ നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് നോക്കാം എക്സ്പെൻസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. Each insurance company provides plans that cover various expenses. Some of the അല്ലെ ഇവിടെ തീർച്ചയായിട്ടും പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ചെലവുകളാണ് ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസ് കവേർഡ് ആസ് ഫോളോസ്. താഴെ പറയുന്നതാണ് നോക്കുക. ഫസ്റ്റ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ.
then pre-hospitalization expenses, post-hospitalization expenses, ambulance charge, then താഴേക്ക് അല്ലെ ഒരു 6-7 പോയിന്റ് ഉണ്ട്. നമുക്ക് നോക്കാം ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. എന്താണ് ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ചികിത്സിക്കുന്ന ഒരു കാര്യം അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് നോക്കാം. in case the patient is hospitalized due to an injury or illness and it is covered in your health insurance plan, the hospitalization expenses will be met by the insurer. അല്ലെ നമ്മളോട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമ്മളൊരു ടൈം അല്ലെ ഒരു ഇൻഷുറി ഒക്കെ വരുന്നു, എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഇന്ന ടൈമിലുള്ള ഇൻഷുറൻസ് സമയത്തിനാണ് അല്ലെ. നമുക്കറിയാം ഒരു ഡ്യൂറേഷൻ ഉണ്ട്. നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തത് മുതൽ അത് എൻഡിങ് ആവുന്ന തരത്തിലുള്ള സമയം വരെയുള്ള ഡ്യൂറേഷൻ അല്ലെ. ആ ടൈമിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലൈസേഷന്റെ എക്സ്പെൻസുകളെല്ലാം ആര് മീറ്റ് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഇൻഷുറൻസ് എടുത്ത ടൈം ഡ്യൂറേഷന്റെ ഉള്ളിൽ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന എക്സ്പെൻസുകൾ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യും. അതിൽ പെടുന്ന പല കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ തുടങ്ങിയുള്ള റൂം റെന്റ് ഉണ്ട്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എക്സെട്ര. അതായത് നമ്മൾ അല്ലെ ഹോസ്പിറ്റലൈസേഷൻ ആവുന്ന മുതലുള്ള റൂമിന്റെ ഒക്കെ വാടക, നഴ്സുമാരുടെ അല്ലെ നഴ്സിംഗ് ഇൻചാർജ് എക്സ്പെൻസുകൾ, ICU ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ചെലവുകൾ ഉണ്ടെങ്കിൽ അത്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ അല്ലെ ഡോക്ടറിന്റെ ആ ഒരു കൺസൾട്ടേഷൻ ഫീസുകളും കാര്യങ്ങളൊക്കെ, സർജറി ഉണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ, അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ് അല്ലെ നമ്മളിപ്പോ സർജറിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പേയ്മെന്റുകൾ, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് അല്ലെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ഇതായിട്ടുള്ള എക്സ്പെൻസുകൾ, ഇതെല്ലാം തന്നെ എന്തിൽ പെടും? ഇൻഷുറൻസ് കമ്പനിയുടെ ചെലവിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണോ? ഓക്കെ, നമുക്കറിയാവുന്ന മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ടേംസ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. എന്താണ് ഇൻഷുറർ, ഇൻഷുർഡ്, എന്താണ് ക്ലെയിം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പാർട്ടി, അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് അതിന്റെ ടേംസ്. ഇപ്പൊ നിങ്ങൾ ടേംസ് ഒക്കെ പഠിച്ചതോടുകൂടി നിങ്ങൾ ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കാം പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. എന്താണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്? അതായത് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെ, all medical expenses incurred before the patient is hospitalized up to period specified earlier are covered in the insurance plan. അല്ലെ അവിടെ എപ്പോഴും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ടൈമില് ആ ഡ്യൂറേഷനുള്ളിൽ വരുന്ന എന്ത് കാര്യം മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നത്. അത് ഹോസ്പിറ്റലിൽ ഉള്ളിൽ അല്ലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് കേസ് ആയാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ദീസ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ. ഇതിൽ എന്തൊക്കെ പെടാം? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലും വിടാം. അതായത് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ നമ്മുടെ കൃത്യമായിട്ട് തന്നെയുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൈമറി അല്ലെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എമൗണ്ട്. എന്താണ് പ്രിവെന്റീവ് സർജറീസ്, പ്രൈമറി പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക നടപടിക്രമങ്ങൾ, പ്രിവെന്റീവ് സർജറീസ് എന്ന് പറഞ്ഞാൽ സർജറിക്ക് മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ ചെലവുകൾ, രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കുള്ള ചെലവുകൾ, മെഡിസിൻസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിസിൻസ് എല്ലാം അല്ലെ ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ കൂടി ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളുടെയും ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതും എന്താണ് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അർഹതപ്പെടുന്ന എമൗണ്ട്സുകളാണ്. കോമ്പൻസേഷൻ എമൗണ്ട് അർഹതപ്പെടുന്നത് തന്നെയാണ്. ഓക്കെ, വീണ്ടും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ അഡ്മിഷൻ വരുന്നത് കണ്ടു, പ്രീ ഹോസ്പിറ്റലൈസേഷൻ കണ്ടു, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പെൻസുകൾ അല്ലെ. All the costs involved in the patient care and the medicines after a patient is discharged from the hospital up to a period specific earlier are included in the health insurance, health care insurances. നമുക്കറിയാം അവിടെയും ടൈം ഡ്യൂറേഷൻ ഉണ്ട്. എല്ലാ ഇൻഷുറൻസിലും ചിലപ്പോ ഉണ്ടാവണമെന്നില്ല, ശരിയാണ്. പക്ഷെ
അവരെ കൃത്യമായിട്ട് തന്നെ ചില ഇൻഷുറൻസ് കമ്പനികൾ അല്ലെ അവരെ കൃത്യമായിട്ട് തന്നെ പേയ്മെന്റുകൾ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ചിലപ്പോൾ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനികളുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുടെ ടേംസ് വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറൻസ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ കവറേജും ഉള്ളതുകൊണ്ട് കുറച്ച് കവറേജ് ഉള്ളതും അല്ലാത്തതുള്ളതും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കവറേജുകൾ ഉള്ളതുമുണ്ട് അല്ലെ. അവിടെ കൃത്യമായിട്ട് തന്നെ എടുത്തു പറയുന്നതാണ് ഡ്യൂറേഷനും കാര്യങ്ങളും. അതിൽ ഈ പറഞ്ഞ വ്യവസ്ഥകൾ ഉണ്ടാവും. ആ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ ലഭ്യമാകും. അപ്പൊ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾ ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ആൻഡ് മെഡിസിൻസ് ആഫ്റ്റർ എ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ അപ് ടു എ പീരീഡ് അല്ലെ. നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നതാണ് സ്പെസിഫിക് ഏർലിയർ ആർ ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് കെയർ ഇൻഷുറൻസ്. നമുക്കറിയാം അല്ലെ, അത് കഴിഞ്ഞു പോയാൽ കൂടി അതായത് ഹോസ്പിറ്റലൈസേഷന്റെ നടപടിക്രമം ഇൻപേഷ്യന്റും അല്ല അതിനുശേഷമുള്ള കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ എന്താണ് ആ ടൈം ഡ്യൂറേഷൻ അല്ലെ, നമ്മുടെ പോളിസി ആനുകൂല്യം ലഭിക്കുന്ന ഒരു ടൈം വേളയിൽ തന്നെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനും അർഹതപ്പെടുന്നുണ്ട്. Then these consist of a post-hospitalization consultation, diagnostic test, medicine, therapy, drugs, etc. അതായത് തുടർ ചികിത്സ ആനുകൂല്യങ്ങൾ അല്ലെ. ഈ പറഞ്ഞ മാതിരി എല്ലാ കമ്പനിയിലും ഉണ്ടോന്ന് ഉള്ളത് നോക്കണം കേട്ടോ. നമ്മൾ അതനുസരിച്ചിട്ട് പേയ്മെന്റ് അനുസരിച്ചിട്ടൊക്കെ തന്നെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് തന്നെയായിരിക്കുള്ളൂ അർഹതപ്പെടുന്നത്. ഞാൻ ഇവിടെയും എടുത്തു പറയുന്ന കാര്യം അവിടെ ഹോസ്പിറ്റലൈസേഷന് ശേഷമുള്ള കൺസൾട്ടേഷൻ അല്ലെ, ഇടയ്ക്ക് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് വീണ്ടും അല്ലെ നമുക്ക് 2 ആഴ്ച കഴിയുമ്പോഴൊക്കെ ചെക്കപ്പ് അല്ലെ വീണ്ടും രോഗനിർണയം കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടാവാം. ടെസ്റ്റുകളും കാര്യങ്ങളും മെഡിസിൻ കഴിക്കേണ്ടതുണ്ടാവാം. തെറാപ്പി കാര്യങ്ങളും മരുന്നുകളൊക്കെ കഴിക്കേണ്ടതുണ്ടാവും. അത്തരത്തിലുള്ള എക്സ്പെൻസുകളെല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആംബുലൻസ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആംബുലൻസിൽ അല്ലെ health insurance plan will also cover costs involved in a shift patient to hospital by an ambulance അല്ലെ. ഒരു ആംബുലൻസ് കൂടിയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ നടത്തുന്നതെങ്കിൽ അതിന്റെ കവറേജും അല്ലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളും ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നതാണ്. വീണ്ടും ഡേ കെയർ ട്രീറ്റ്മെന്റ്. എന്താണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? The health plan will meet the cost of all procedures and treatment undertaken as an inpatient in a hospital or a daycare facility for less than 24 hours. അതായത് ഒരു ദിവസം അല്ലെ 24 മണിക്കൂറും അവിടെ ആവശ്യം വരുന്നില്ല എങ്കിൽ കൂടി ഒരു വ്യക്തിയെ അല്ലെ 24 മണിക്കൂറിനുള്ളിൽ കുറച്ചു നേരമൊക്കെ കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യകത വരുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ കോമ്പൻസേഷൻ ആനുകൂല്യം ലഭ്യമാകുന്നത്. The health plan will meet the cost of all procedures and treatment അല്ലെ. ആ ഒരു 24 മണിക്കൂറിനുള്ളിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സിനും ട്രീറ്റ്മെന്റിനും ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ എല്ലാം ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് തന്നെ ലഭ്യമാക്കി കൊടുക്കുന്നതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് പ്ലാൻ. ഓക്കെ, നമുക്കറിയാം ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്ലാസ്. ഇനി വീണ്ടും അല്ലെ നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ക്ലെയിമിന് അല്ലെ ഈ ഒരു കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ഉണ്ടാവും, വ്യവസ്ഥകൾ ഉണ്ടാവും. ആ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടുള്ള എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് എന്താണ് കമ്പനി കൃത്യമായിട്ട് തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനായിട്ട് തയ്യാറായിരിക്കും. ഇവിടെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഹെൽത്ത് കവർ വിൽ ഗിവ് യു എ ലംപ് സം amount daily in the case of hospitalization. അതായത് ഹോസ്പിറ്റലൈസേഷന് വരുമ്പോൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും ഒരു വലിയൊരു എമൗണ്ട് തന്നെ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയൊരു എമൗണ്ട് ഒരു വലിയ തുക അല്ലെ അതാണ് ഉദ്ദേശിക്കുന്നത് ലംസം എമൗണ്ട് ഡെയിലി ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. ഓരോ ദിവസം ഇത്രയും തുക ആൾക്കായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു അല്ലെ. ഇത്രയും ദിവസം ഹോസ്പിറ്റലൈസേഷന്റെ വാസം ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യും. നമുക്കറിയാം ചിലപ്പോഴെങ്കിലും എന്താണ് അവർക്ക് അത് താഴെ വരുന്നുണ്ട് ഇൻകം ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞു. അതായത് ചില പേഴ്സൺസ് ആയിരിക്കും അവിടെ അല്ലെ ആ ഒരു പേഴ്സന്റെ കാര്യത്തിലായിരിക്കും അവരുടെ ലൈഫ് മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരുടെ എന്തെങ്കിലും കാര്യത്തിൽ ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വരുമാനം നഷ്ടപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ലംസം എമൗണ്ട് അല്ലെ ഹോസ്പിറ്റലൈസേഷൻ ചെലവ് മാത്രമല്ല ബാക്കി ചെലവുകൾ കൂടി മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലംസം എമൗണ്ട് ഡെയിലി അവർക്ക് അനുവദിക്കുന്നു. ഇൻകം ബെനിഫിറ്റിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ്
lump sum to your family to replace the lost income for the family in case of your absence. അവിടെ ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ പറഞ്ഞ എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും ഇതെല്ലാം പെടില്ല കേട്ടോ. പ്രധാനമായിട്ടും അല്ലെ ചില ഇൻഷുറൻസ് കമ്പനികളിലാണ് ഇത്തരത്തിലുള്ള എല്ലാത്തിനും അർഹതപ്പെടുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത്. ചിലതിൽ എന്താണ് ഈ പേഴ്സൺസിന്റെ അഭാവം അല്ലെ, ഈ പേഴ്സൺ ഒരു വരുമാനമാർഗിയായ ഒരു വ്യക്തിയുടെ ഹോസ്പിറ്റലൈസേഷൻ ആണ് വരുന്നതെങ്കിൽ ആ വ്യക്തി മൂലം ഉണ്ടാകുന്ന ചില അല്ലെ വരുമാനം കുറവും കൂടി കണക്കിലെടുത്തിട്ട് എന്താണ് അവരുടെ ഫാമിലിക്കും കൂടി എന്താണ് കുറച്ച് എമൗണ്ട് വാഗ്ദാനം ചെയ്യുന്നു. Some advanced health insurance plans provide a lump sum to your family to replace the lost income for the family in the case of your absence. Okay, അപ്പൊ അവർക്കാണ് അല്ലെ അവിടെ വരുമാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിക്കാണ് എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ കേസുകൾ വരുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് അപ്പുറം തന്നെ അവിടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ലംപ് സം എമൗണ്ട് വാഗ്ദാനം ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? പലതരത്തിലുള്ള കമ്പനികളുണ്ട്. മിക്കവാറും നമുക്കറിയാം എക്സ്പെൻസ് മീറ്റ് ചെയ്യുക അല്ലെ, ആ ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ അത് നമ്മൾ അല്ലെ പൊതുവെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വ്യത്യസ്ത വ്യവസ്ഥകളുണ്ട് അല്ലെ, ഓരോ നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള വ്യവസ്ഥകളും ഉണ്ടാവും. ആ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് അർഹതപ്പെടുന്നതെല്ലാം നേടാനായിട്ട് ഓരോ ക്ലയന്റിനും ലഭ്യമാക്കി കൊടുക്കും. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. ആഫ്റ്റർ ഡെത്ത് എന്നല്ല, അവിടെ ചിലപ്പോ ഹോസ്പിറ്റലൈസേഷൻ ആഫ്റ്റർ ഡെത്ത് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഇൻ ദ കേസ് ഓഫ് യുവർ ആബ്സെൻസ് അല്ലെ, അവിടെ ആ പേഴ്സൺ ചിലപ്പോ ആക്സിഡന്റ് പറ്റി കുറച്ച് നാളത്തേക്ക് ഇപ്പൊ ഹോസ്പിറ്റലൈസേഷൻ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയാവാം. അതല്ല ആഫ്റ്റർ ഡെത്ത് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആ ഡെത്തിന്റെ ഒരു പ്രത്യേക ഇത് എടുത്ത് പറയും. ഫാമിലിയില് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള ലംപ് സം എമൗണ്ട്. day-to-day hospital case of hospitalization. The health cover will give you a lump sum amount daily in the case of hospitalization. അവിടെ hospitalization എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവിടെ ഇൻകം ഇല്ല, ഞാനത് പറയുകയും ചെയ്തു. താഴേക്ക് ഇൻകം ബെനിഫിറ്റ് വരുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ പക്ഷെ ഇൻ ദ കേസ് ഓഫ് ലംപ് സം എമൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് മീൻ ചെയ്യുന്നത് അല്ലെ, ലംപ് സം ആയിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആ വ്യക്തിക്ക് ഒക്കെ അല്ലെ ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ അവരുടെ വരുമാന മാർഗം നഷ്ടപ്പെടുന്നത് കൊണ്ട് മീറ്റ് ചെയ്യുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവിടെ ഇൻകം ബെനിഫിറ്റ് നമ്മളെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. താഴേക്ക് കൃത്യമായിട്ട് അത് നിർവഹിച്ച് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് കവർ വിൽ ഗിവ് യു എ ലംപ് സം എമൗണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലംപ് സം എമൗണ്ട് ആ വ്യക്തിക്ക് തരുന്നത്. ഇൻ കേസ് അവിടെ എക്സ്പെൻസ് ഹോസ്പിറ്റലൈസേഷന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന കാര്യം മാത്രം മതിയില്ലേ എന്നുള്ളൊരു കാര്യം അല്ലേ വരുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഒരു ലംപ് സം എമൗണ്ട് എന്ന് പറയാൻ കാരണം ഹോസ്പിറ്റലൈസേഷന്റെ ചിലപ്പോൾ മീറ്റ് ചെയ്യേണ്ടത് ഉണ്ടാവാം. എന്താണ് ആ വ്യക്തിയുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന മറ്റ് ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ മീറ്റ് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആ പ്രീമിയം എമൗണ്ട് അല്ലെ അവര് തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനി ഒരു ലംപ് സം എമൗണ്ട് ആയിട്ട് അവർക്ക് day-to-day ഹോസ്പിറ്റൽ ക്യാഷ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ഓക്കെ, അതിൽ എല്ലാം എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ഹെൽത്ത് കവർ will give you a lump sum amount daily in the case of a hospitalization. Okay. നമ്മള് ഇൻഷുറൻസിൽ ചേരുമ്പോഴുള്ള പ്രത്യേകത
പലതിലും പല ഫോമാറ്റ് അല്ലെ രീതികളായിരിക്കും. കുറച്ച് വ്യവസ്ഥകൾ ചിലതിൽ വ്യത്യസ്തമായിരിക്കും. ചിലതിൽ കുറെ വ്യവസ്ഥകൾ ഉണ്ടാവാം. ചിലതിൽ ചില കാര്യങ്ങൾക്ക് മാത്രം അല്ലെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് വായിച്ച് നോക്കാം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തരട്ടോ. ഹെൽത്ത് കവർ ബില്ല് ഈ ലംസം എമൗണ്ട് കിട്ടുന്നത് ഏത് ഇതിലാണ്? ഡേ ടു ഡേ അല്ലെ, ഹോസ്പിറ്റൽ ക്യാഷ്, അതേമാതിരി തന്നെ 24 hours അല്ലെ. എല്ലാരും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI. ആ ഒരു അബ്രിവേഷൻ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതിലിപ്പോ ഡി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഫുള്ള് അല്ലെ എക്സ്പാൻഡഡ് ഫോം വെച്ച് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ വെക്കുക. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അദ്ദേഹം അവരുടെ ആ ഒരു ഇതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആസ് എ ലിസ്റ്റ് ഓഫ് ഡിസീസസ് മെഡിക്കൽ ദാറ്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിൽ ഉൾപ്പെടാത്ത കുറെ രോഗാവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ട്രീറ്റ്മെന്റ് ആനുകൂല്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ കോസ്മെറ്റിക് സർജറീസ് അല്ലെ. നമ്മളിങ്ങനെ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കോസ്മെറ്റിക് സർജറീസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകളുടെ ചെലവുകളൊന്നും ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നില്ല. ദെൻ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. എന്താണ് IVF എന്ന് പറയുന്നത്? അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് കൃത്രിമ ബീജസങ്കലനം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റുകൾക്കും നമുക്കറിയാം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ ആനുകൂല്യങ്ങൾ കൂടി ലഭ്യമാക്കിയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഇതിനൊന്നും പെർമിഷൻ ഇല്ല. ഓക്കെ, നമുക്ക് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതായത് കൃത്രിമ ബീജസങ്കലനവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക്. പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, പ്രഗ്നൻസി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അബോർഷൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഗർഭചിത്രങ്ങൾക്കൊന്നും എന്താണ് ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. മിസ്ലേനിയസ് ചാർജസ്, അതായത് മറ്റ് അനവധി തരത്തിലുള്ള ചെറിയ ചെറിയ ചെലവുകൾക്കൊന്നും എന്താണ് ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. Then other charges like registration charges, admission fees and service charge connected with the medical treatment are not covered under certain health insurance plans. ഇപ്പൊ ചില കമ്പനികൾ നേരത്തെ പറഞ്ഞ മാതിരി ചില ഇതിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അല്ലെ ഇന്ത്യൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇത്തരം ആനുകൂല്യങ്ങൾക്കൊന്നും അർഹതയില്ല. ഹെൽത്ത് സപ്ലിമെന്റ്സ് അല്ലെ, എന്തെങ്കിലും ആരോഗ്യ സപ്ലിമെന്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കൊന്നും എന്താണ് നമുക്ക് കോമ്പൻസേഷൻ ലഭ്യമാകുന്നില്ല. Then in Indian health supplement expense and protein shake expenses are not covered under health insurance. അതായത് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിസിൻസോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻസുകളും അവർ മീറ്റ് ചെയ്യുന്നില്ല. Then existing health conditions, അതായത് നിലവിലുള്ള ആരോഗ്യ സ്ഥിതികളുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഡിസീസസ് which are existing earlier are not covered under health insurance right away. അതായത് നേരത്തെയുള്ള എന്തെങ്കിലും ആരോഗ്യ കാര്യങ്ങളൊന്നും ഇന്നത്തെ പെടുന്നില്ല അല്ലെ. നമ്മളൊരു പ്രീമിയം എടുത്തതിന് ശേഷമുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിന്റെ എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്യുന്നുള്ളൂ. Some plans do not provide a cover for the high blood pressure and diabetes, while many others do. ചിലതിലെല്ലാം എന്താണ് ഹൈ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കവറേജുകളൊന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കവറേജുകൾ ലഭ്യമാകുന്നില്ല. The insurance will provide a duration after which the claims for the pre-existing health conditions can be made. ഓക്കെ, എപ്പോഴും നമുക്കറിയാം നേരത്തെ കൂട്ടിയുള്ള അല്ലെ ഒരു കണ്ടീഷൻ നിലവിലുള്ള
ആ ഒരു കണ്ടീഷന്റെ കാര്യമാണ് എപ്പോഴും എടുത്തു നോക്കുന്നത്. നിലവിലുള്ള കണ്ടീഷൻ അല്ലെ, രോഗങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവുണ്ട്. ആ കാലയളവിലുള്ള രോഗങ്ങൾ മാത്രമാണ്, അതിന്റെ എക്സ്പെൻസ് മാത്രമാണ് മീറ്റ് ചെയ്യുന്നത്. The waiting period depends on the insurer and can be between 12 to 48 months. അതായത് ഇൻഷുറൻസ് കമ്പനി എന്താണ് ആ ഒരു പീരീഡ്, ഒരു 12 അല്ലെ 12 to 48 months, അതായത് 1-2 വർഷത്തെ കാലയളവിലുള്ള ഒരു എക്സ്പെൻസ് മാത്രമാണ് മീറ്റ് ചെയ്തു പോകുന്നത്. ദെൻ സെൽഫ് ഹാം, അത് നമ്മൾ നേരത്തെ മിക്കപ്പോഴും കാണുന്നതാണ്. പൊതുവെ അത് മിക്കവാറും കമ്പനികളൊന്നും ലഭ്യമാക്കാത്തതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഓൾസോ does not cover any injuries or medical issues arising from a person that causes self harm. അല്ലെ, സ്വന്തമായിട്ട് തന്നെ ആരോഗ്യത്തിനെ ഹാനികരമാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടും ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാവുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഷുറൻസ് കമ്പനികളുടെ വ്യവസ്ഥ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് അല്ലെ. മിക്കവാറും ചില ഇൻഷുറൻസ് കമ്പനികളിൽ ആ വ്യവസ്ഥകൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമുക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമോ എന്നുള്ളത് അർത്ഥമാക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും നമുക്കറിയാം, ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെലവ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ വലിയൊരു ബൾക്ക് ചെലവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇൻഷുറൻസിലേക്ക് വിധേയമാകുന്നത്. പക്ഷെ ഇവിടെ വ്യവസ്ഥകൾ എത്രത്തോളം ഫേവറബിൾ ആണ് അതനുസരിച്ചിട്ട് മാത്രമാണ് കോമ്പൻസേഷനും അർഹതപ്പെടുന്നത്. ഓക്കെ ആണോ? ണോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതില് ഉൾപ്പെടാത്ത അല്ലെ ഇത്തരത്തിലുള്ള നോട്ട് കവേർഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇതിന്റെ കീഴിലുള്ള നോട്ട് കവർ ആയിട്ടുള്ള ഏതെങ്കിലും രോഗാവസ്ഥകളും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയവര്. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ ആണോ? പ്രത്യേകിച്ച് റെസ്പോണ്ട് ഒന്നുമില്ല. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ശരി, നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.